GST നിരക്കുകളിൽ 4 സ്ലാബുകൾ 28% 12% ഒഴിവാക്കി യഥാക്രമം 18% 5% കുറച്ച് ലളിതവൽക്കരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം, അതിനോടൊപ്പം കേന്ദ്ര മന്ത്രിസഭായോഗത്തിൻ്റെ അംഗീകാരവും ബഹുമാനപ്പെട്ട കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ്റെ ഉത്രാട നാളിലെ പ്രഖ്യാപനം ദീപാവലി സമ്മാന പ്രതീക്ഷകർക്ക് ഒരു ഓണസമ്മാനമായിട്ടാണ് വിലയിരുത്താൻ കഴിഞ്ഞത്. ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല, ഉപഭോക്താക്കൾക്കും സമസ്ത മേഖലകൾക്കും ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഇളവുകൾ ജനങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പുവരുത്തുകയും അതോടൊപ്പം നിർമ്മാണ മേഖലയ്ക്ക് സിമെൻ്റ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ 22% ചുരുക്കിയതും മൂലം പലരും ഈ പ്രഖ്യാപനം കാത്തിരിക്കുകയായിരുന്നു. വാഹനം വാങ്ങുന്നവർ വരെ ഓണക്കാലത്ത് വാങ്ങാതെ ഈ പ്രഖ്യാപനം കാത്തിരിക്കുകയായിരുന്നു. മൊത്തത്തിൽ എല്ലാവർക്കും ഏറെ ഗുണകരമായ പ്രഖ്യാപനവും അതോടൊപ്പം വർഷങ്ങളായി ആവശ്യപ്പെടുന്ന നികുതി ഘടന ലളിതവൽക്കരണമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ദീർഘകാലത്തെ ഒരു വ്യാപാരി എന്ന നിലയ്ക്കും സംഘടനാ പ്രവർത്തകൻ എന്ന നിലയ്ക്കും എൻ്റെ അനുഭവത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം കുറയുമെന്ന ആശങ്ക അസ്ഥാനത്താണ് മനസ്സിലാക്കുന്നത്. എപ്പോഴെല്ലാം നികുതി കുറച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം വരുമാനം വർദ്ധിക്കേണ്ടത്. ഈ നികുതി ഇളവ് വരുമാന ചോർച്ചയ്ക്ക് തടയിടാനും കൂടുതൽ നികുതിദായകരെ, സേവനദാതാക്കളെ ഈ നെറ്റിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ് വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തു തന്നെയായാലും മൊത്തത്തിൽ വളരെയധികം സ്വീകാര്യതയും ജനങ്ങൾ ആഗ്രഹിച്ചും ആവശ്യപ്പെട്ടുമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആനുപാതികമായ ഇളവുകളും ഉപഭോക്താക്കളിലേക്കും ജനങ്ങളിലേക്കും സേവനദാതാക്കളിലേക്കും എത്തുമെന്ന് ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ GST വകുപ്പും ബന്ധപ്പെട്ടവരും ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മൊത്തത്തിൽ ഈ ലളിതവൽക്കരണം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വരെ ഗുണകരമാകും. അതിന് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയ്ക്കും ദീർഘകാലമായി ഒരു മുതിർന്ന വ്യാപാരി എന്ന നിലയ്ക്കും സ്വാഗതത്തിന് അതിയായ സന്തോഷമുണ്ട്.